നമസ്കാരം. അങ്കമാലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. പറഞ്ഞു വരുന്നത് രജനീകാന്തിൻ്റെ കൂലി എന്ന സിനിമയെക്കുറിച്ചാണ്. കൂലി എന്താകുമോ എന്തൊക്കെ നമുക്ക് വളരെയധികം സംശയങ്ങളുണ്ട് പലർക്കും. കൂലി എന്ന സിനിമ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് എത്തുമോ, അതോ പ്രതീക്ഷിച്ച ഫലം നമുക്ക് കിട്ടുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ്. എന്തായാലും ലോകേഷ് കനകരാജിൻ്റെ ചിത്രം എന്ന നിലയിൽ ആ ചിത്രം ഒന്ന് കാണണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പലർക്കും ലിയോ കണ്ടപ്പോൾ ഉണ്ടായത് വലിയ എക്സ്പെക്റ്റേഷനായിരുന്നു. പക്ഷേ സിനിമയ്ക്ക് അതിനകത്തുള്ള ഒരു മൂല്യമുണ്ടായില്ല എന്നാണ് പലരും പറയുന്നത്. എന്നെ സംബന്ധിച്ചത് വർത്ത്ഫുള്ളായിരുന്നു കേട്ടോ. ഇൻ്റർവെല്ലിന് ശേഷം ചിത്രം അല്പമൊന്ന് പാളിപ്പോയി എങ്കിലും ആ ചിത്രത്തിലെ ചില സ്റ്റണ്ട് സീനുകൾ എന്നെ സംബന്ധിച്ചിട്ട് വലിയ വിഷയമുണ്ടായി. പ്രത്യേകിച്ച് ആ ബൈക്കിലുള്ള സാഹസ പ്രകടനങ്ങൾ, നെപ്പോളിയൻ എന്ന പോലീസുകാരനെയും കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ, അത് ഇത്തിരി ഓവറായി ഒന്നൊരു ചില സംശയം തോന്നിയെങ്കിലും പടം ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകിയ സിനിമയാണ്. മാത്രമല്ല വിജയുടെ വ്യത്യസ്തമായിട്ടുള്ള ചില ശൈലികളും അഭിനയ പ്രകടനങ്ങളും ഒക്കെ ആ സിനിമയിൽ അവിടെ ഇവിടങ്ങളായിട്ടൊക്കെ കാണുവാൻ സാധിച്ചു. നല്ല ആക്ഷൻ രംഗങ്ങളുണ്ടായിരുന്നു, നല്ല BGM ഉണ്ടായിരുന്നു, നല്ല എഡിറ്റിംഗ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. അതൊക്കെ തന്നെ ഗംഭീരമായിരുന്നു. ഇപ്പോൾ അതിനുശേഷം നമ്മൾ കാത്തിരിക്കുകയാണ് വലിയൊരു ഗംഭീര സൂപ്പർ സ്റ്റാർ ചിത്രം കൂലി എന്ന സിനിമ. അനിരുദ്ധിൻ്റെ സംഗീത സംവിധാനത്തിലെ സൗബിനും നാഗാർജുനയും അതുപോലെ തന്നെ അമീർ ഖാനും അതുപോലെ തന്നെ ഉപേന്ദ്രയൊക്കെ അഭിനയിക്കുന്ന സിനിമ എന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രതീക്ഷകളാണ്. സത്യരാജാണ് ഒപ്പം നിൽക്കുന്നൊരു കഥാപാത്രമായിട്ട് രജനീകാന്തിനൊപ്പം തന്നെ എത്തുന്ന മറ്റൊരു ഘടകമായിട്ട് നിൽക്കുന്ന വ്യക്തി. അതുപോലെ സുദ്ധിഹാസ്യ സിനിമയിലുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ വലിയ ഹിറ്റായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് സൗബിൻ്റെ ഡാൻസ് ഉള്ള മോണിക്ക എന്നുള്ള പാട്ടും ഒക്കെ വലിയ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിനിമ തിയേറ്റർ വലിയ ഓളം തന്നെ ആ ഒരു ഗാനരംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. സിനിമയുടെ ആദ്യ ദിവസത്തെ പ്രദർശനം കാണുവാൻ ഞാനും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളേവരെ പോലെ തന്നെ കൂലി എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിപ്പിൽ തന്നെയാണ്. കൂലി ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നല്ലൊരു എൻ്റർടൈനർ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകേഷ് കനകരാജ് തൻ്റെ തെറ്റുകളും എല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് ഈ സിനിമയിൽ നമ്മൾ കഴിഞ്ഞ തവണ എന്താണോ പ്രതീക്ഷിച്ചിരുന്നത് ലിയോയിൽ, ആ ഒരു പ്രതീക്ഷയുടെ മുകളിലേക്ക് ഉള്ള സിനിമ തന്നെയായിരിക്കുമെന്നാണ് കരുതുന്നത്. ഒരു ഓക്കെ ഫീൽ നൽകിയ സിനിമയായിരുന്നു ലിയോ എങ്കിൽ നമ്മൾ വിക്രമും കൈദിയൊക്കെ കണ്ടപ്പോഴുണ്ടായിരുന്ന ആ ഒരു ലെവലിലേക്കുള്ള ഒരു ഓർഗാസം അല്ലെങ്കിൽ അത്രത്തോളമല്ല വലിയൊരു ഫീൽ നമുക്ക് കിട്ടുന്ന രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരുപാട് രംഗങ്ങളുമൊക്കെയുള്ള ഒരു സിനിമയായി മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രജനീകാന്തിൻ്റെ ഓറ ഒരു പ്രത്യേകതയുള്ളതാണ്. അതുമാത്രമല്ല ഒപ്പം ആമിർ ഖാൻ എന്നുള്ള വലിയൊരു ഫാക്ടർ അപ്പുറത്തുണ്ട്. അതുതന്നെയാണ് എന്നെ സിനിമയിലേക്ക് കൂടുതൽ ആകർഷിക്കുന്ന മറ്റൊരു ഘടകം. ആമിർ ഖാനും ലോകേഷ് കനകരാജും ഒന്നിക്കുമ്പോൾ അതൊരൊന്നൊന്നര വരവ് തന്നെയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാഗാർജുനയും ചിത്രത്തിൽ മികച്ചൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം ഈ സിനിമ എന്താകുമോ എന്ന്. എന്തായാലും ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് 14-ാം തീയതിയാണ്. അതുവരെ കാത്തിരിക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ. കാത്തിരിക്കുക, സിനിമ എന്താകുമെന്ന്